ഗൈസ്, അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു ഡുവാ സ്ക്വാഡ് സ്റ്റാർട്ട് ചെയ്താണ്. അപ്പോൾ എൻ്റെ ഒപ്പം കളിക്കണമെങ്കിൽ INF ആണ്, അറിയാലോ. അപ്പോൾ ഞങ്ങൾ ലോബിയിൽ ആരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡുവാ സ്ക്വാഡ് സ്റ്റാർട്ട് ചെയ്താണ്. അപ്പോൾ ഏതായാലും റെക്കോർഡ് ചെയ്യാമെന്നും വെച്ച് പിന്നെ അങ്ങനെ റെക്കോർഡ് ചെയ്തൊരു മാച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് അടിക്കുക. ഇങ്ങനത്തെ വീഡിയോസുകളൊക്കെ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. നമ്മൾ ഇറങ്ങിയതാണെങ്കിൽ പീക്കിലാണ്, ഏറ്റവും കൂടുതൽ എനിമീസ് ഇറങ്ങുന്ന പീക്കിലാണ് നമ്മൾ അവിടെ ഇറങ്ങിയത്. ഞാനാണെങ്കിൽ മറ്റേ പെട്ടി തുറന്നിട്ടാണ് UMP കിട്ടി. അപ്പോൾ നമുക്ക് മുന്നിലുള്ളവരും കണ്ടിട്ട് ഇപ്പോൾ ഇതിന് എൻ്റെ ഹെഡ്ഷോട്ട് അവൻ്റെ അണ്ണാക്കിയൊക്കെയാണ് വന്ന് ഗ്രൂ ചെയ്യണത്. എൻ്റെ അവിടെ നിന്ന് അവൻ്റെ ലൂട്ടൊക്കെ അടിച്ച് എക്സമേറ്റ് കിട്ടി. ഞാൻ ചെറുതായിട്ട് ലൈഫ് പോയി. ഇപ്പോൾ മെഡ് അടിച്ച് കഴിഞ്ഞാൽ ലോറിനും കിട്ടി EP ഉള്ളതുകൊണ്ട്. പീക്കിൻ്റെ ഫുള്ള് ലൂട്ട് അടിച്ച് നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു നല്ലൊരു അടിയാണ്. ഞാൻ നേരെ ഓർണിട്ട് എങ്ങാനും വല്ല അടി കിട്ടി ചത്താലോ വെച്ചിട്ട് അവന് ചെറിയ ഡാമേജ് അവൻ കല്ലിൻ്റെ ആക്കി പോയി. പിന്നെയാണെങ്കിൽ അവനാണെങ്കിൽ തല്ലിടുന്നില്ല ചോവിനെ അടിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും അടിയിട്ടെന്ന് വെച്ച് ലൈഫില്ലാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ ഉള്ളിൽ കയറിയപ്പോഴാണെങ്കിൽ ഒരുത്ത മുന്നിൽ നിൽക്കണ്ടായിരുന്നു അവിടെ. അപ്പം ഞാനാണെങ്കിൽ അങ്ങോട്ട് റഷ് ചെയ്യാന്നില്ല. അങ്ങോട്ട് റഷ് ചെയ്ത് കഴിഞ്ഞാൽ അവനാണ് അഡ്വാൻറ്റേജ്. അവൻ റൈറ്റ് സൈഡിൽ നിന്ന് ഫയർ ചെയ്യണമുണ്ട്. അപ്പം ഞാൻ ഇവിടെ തന്നെ നിന്ന് ഹീലടിച്ച മുന്നിൽ വേറൊരുത്തനായിട്ട് ഫൈറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് ഓടിയപ്പോൾ ഇവിടുത്തെ മുന്നിൽ തന്നെ അടിക്കാം. അപ്പം തന്നെ ഞാൻ ഒരു ഫുൾ റെഡും കൊടുത്ത് കുറച്ച് ബോഡിയും കൊടുത്ത് അവനങ്ങോട്ട് ഫിനിഷ് ചെയ്തു. അവനെ ഫിനിഷ് ചെയ്ത് അവിടെ ഉള്ളവന്മാരെ അടിച്ച് തന്നെ സ്വയം ചത്തുന്നു. പിന്നെ ഒരുത്തനെ അവിടെ കിട്ടി. പീക്കിത്തെ ഫൈറ്റ് കഴിഞ്ഞ് ഞാനാണെങ്കിൽ വെള്ളത്തിലോടുന്ന വണ്ടി എടുത്ത് ഞാനും അതിനപ്പാണെങ്കിൽ സ്ട്രിപ്പിൽ കിട്ടി. സ്ട്രിപ്പിൽ ഉറപ്പായിട്ട് ഇപ്പം എപ്പോഴും ആൾക്കാരുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കിട്ടും. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കുറച്ചെണ്ണം അവിടെ ഫൈറ്റ് എടുക്കണ്ട. അപ്പം ഞങ്ങളും അതിലേക്ക് ഇൻവോൾവ് ആയി. ഞാൻ ടോക്കണൊക്കെ പൊക്കണ വീട്ടിൽ ആരും ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ആരില്ല. ഒരു കുറേ ഗ്ലൂ ആളപ്പം മെട്ടടിക്കുന്ന ചിത്രമാണ് നേരെ അങ്ങനെ പൊരുത്ത് മുന്നിക്കുന്നു. അവൻ്റെ രക്ഷോട്ട് കുറേ ബോഡിയും കൊടുത്ത് അവൻ നോക്ക് ചെയ്ത്. അപ്പോൾ മുന്നിൽ നിന്ന് വേറൊരു അടി. ഞാൻ പെട്ടെന്ന് ആ കില്ലും അങ്ങോട്ട് ഫിനിഷ് ചെയ്ത് INF എടുത്തിട്ട് ഡാമേജ്. അവനപ്പം തന്നെ ഞാൻ കുമ്മനടിച്ച്. അത് ഈ മുന്നിൽ ഒരുത്തിനെ കണ്ടപ്പോൾ അവന് ചെറിയൊരു രക്ഷോട്ട് വരും. ചാടി അടിക്കാൻ പറ്റുന്ന അവൻ്റെ ലൈഫ് കളഞ്ഞു. പക്ഷെ അപ്പത്തിന് INF അത് കുമ്മനടിച്ച്. അത് ജസ്റ്റ് ആ വീടിൻ്റെ ഉള്ളിൽ കൂടെ തൊട്ട് ലെഫ്റ്റിൽ കൂടെ ഒരു വണ്ടി പാട്ടാന്ന് പറഞ്ഞു പോയി. ഭാഗ്യത്തിന് ചത്തില്ല ഇടിച്ചു കൊണ്ടിട്ട്. അവനേതായാലും INF നല്ല അടിച്ച് അവൻ്റെ വണ്ടി പൊട്ടിച്ച്. അവനാണെങ്കിൽ സോളോ പീസ് എങ്ങനെ കണ്ടം വഴി വിട്ട് അപ്പോൾ എടുത്ത് മുന്നിൽ വന്ന് അവന് ഞാൻ ചെറിയ ഡാമേജ് എടുത്തു. ഒരു ഹെഡ്ഷോട്ടൊന്നും കാണില്ല, ചെറുതായി അപ്പോൾ ബോഡി കയറണ്ട. അപ്പോൾ ബുക്കോങ്ങായി ജസ്റ്റ് ഞാൻ ചാടി വന്ന് അടിച്ചപ്പോഴത്തേന് INF ആ കില്ലെടുത്തു. പിന്നെ എന്ത് ചെയ്യാൻ നോക്ക് ഫിനിഷ് ചെയ്യാൻ നോക്കി അതും INF തന്നെ എടുത്തു. ജസ്റ്റ് അവിടുത്തെ ലൂട്ട് അടിച്ച് പ്ലാന്റേഷനിൽ പോകാൻ നോക്കിയപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അടി. അപ്പോൾ ഏതായാലും അങ്ങോട്ട് ഡ്രാഗ് ചെയ്തതും ഒരു ഫുൾ റെഡ് കയറി. പിന്നെ അടുത്തോനെ കണ്ട് അവനെ ഡ്രാഗ് ചെയ്ത ഫുൾ റെഡ് കയറി. ഇങ്ങനെ അടിച്ചപ്പോൾ റോക്കഫിനെയാണ് ഓർമ്മ വന്നത്. പുള്ളിക്കാരനൊക്കെ പണ്ടൊക്കെ 4 ജമ്പക്ഷോടെ അടിച്ചിടും. അപ്പോൾ ഏതായാലും അവനങ്ങനെ ഉറച്ചിലും വെച്ച് കുത്തിപ്പോകുന്നങ്ങനെ വെച്ച് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയിട്ട് പെട്ടെന്ന് കില്ല് ഫിനിഷ് ചെയ്തു. അതിനിടെ 3 പേരുണ്ട്. INFൻ്റെ ഒരു കില്ലുണ്ടായി. ഞാൻ വെച്ച് 2 പേര് മാത്രം ഉണ്ടായിരുന്നു. 2 കില്ല് എനിക്ക് കിട്ടി. നോക്കിയപ്പോൾ ഒരു കില്ല് INFനും കിട്ടിയിരുന്നു. സ്ട്രിപ്പ് ചെയ്ത് നേരെ പ്ലാന്റേഷനിൽ പോയി അവിടുത്തെ ലോഞ്ച് പേര് അടിച്ച് അങ്ങനെയാണ് ബുൾസൈക്ക് പോയി. ബുൾസൈ നോക്കിയപ്പോൾ അവിടെ 3-4 പേരുണ്ടായിരുന്നു. ഞാനവിടെ ഇറങ്ങിയത് മുന്നിൽ കൂടെ 2 ഉണ്ട്. ഒരുത്തനാണെങ്കിൽ അടിച്ച് അടികൊള്ളില്ല. അങ്ങനെ ഒരു 92 72 അങ്ങാണ്ട് ഹെഡ്ഷോട്ട് കുറച്ച് ബോഡി കയറി. നോക്കിയപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് വേറൊരു എനിമയുണ്ട്. അവനെ അടിക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ തൊട്ട് ലെഫ്റ്റിൽ നിന്നാണ് മറ്റോമാരെ എന്നെ അടിക്കാൻ നോക്കുന്നത്. ഏതായാലും അങ്ങോട്ടടിച്ചാലും ഇങ്ങോട്ടടിച്ചാലും പണി. അതിൻ്റെ INF നേരെ പറഞ്ഞത്. ഞാൻ വെച്ച് വല്ല എനിമിയാന്ന് വെച്ച് നോക്കിയപ്പോൾ ഒരുത്ത മുന്നിലും വന്ന് അവനെയാണ് കുത്തി പിടിച്ച് അങ്ങോട്ട് നോക്കിട്ടവനെ. അല്ലെങ്കിൽ നമ്മളെ സ്ഥലത്ത് വന്നേ കളിക്കണത്. ഇപ്പോൾ മറ്റോമാരെ അടി തുടങ്ങി. അപ്പം ഞാൻ അവിടേക്ക് വെറുതെ അടിക്കണ്ട. ഒന്നാമത് ആ ഗ്ലൂ ആൾ ഫുള്ള് ഗ്ലിച്ചാണ്. അതിൻ്റെ ഇടയിൽ അടിക്കാൻ നോക്കിയിട്ടാണെങ്കിൽ അടിയും കൊള്ളില്ല. മറ്റവനാണെങ്കിൽ ലോങ്ങും വലിച്ചു. അപ്പോൾ അതേ മുന്നിൽ എടുത്തത് അവൻ്റെയിലാണ് 3 HP. ഞാനാണെങ്കിൽ ചാടി ഒന്ന് പടയ്ക്കാൻ നോക്കിയത് അവനെ M10 വെച്ച് തന്നെ കൊതറക്ക് പിടിച്ചത്. ചെക്കൻ നോക്കിയെന്നില്ല. INF നേരെ അവനെ നിൽക്കി പിടിച്ച് അവനെ എടുത്തിട്ടാണ്. എന്നിട്ട് മെല്ലെ എന്നെ റിവൈവ് ആക്കി. ഏതായാലും INF ആ കില്ലും ഫിനിഷ് ചെയ്ത് ഞങ്ങൾ ഇവിടത്താണെങ്കിൽ ഈ സ്ഥലം ഫുള്ള് ക്ലിയറായി. ഇനി അടുത്ത പോരാട്ടം ബുൾസൈലും ഒബ്സർവേറ്ററിയുടെ ഇടയിലാണ്. ഞാനാണെങ്കിൽ നേരെ ബുൾസൈലുള്ള ലോഞ്ച് പേര് അടിച്ച് ഒബ്സർവേറ്ററി പോയപ്പോൾ അവിടെ 2 എണ്ണം. ഞാൻ ഇറങ്ങിയത് അവന്മാർ ഒച്ചയായിട്ട് സെൻസ് ചെയ്ത്. അപ്പോൾ പിന്നെ ഏതായാലും വേറെ മാർഗ്ഗമില്ല അടിച്ച് നിൽക്കാൻ. ഞാനാണെങ്കിൽ ഹെഡ്ഷോട്ട് അടിക്കാൻ നോക്കണ്ട. പക്ഷേ ഹെഡും കയറുന്നില്ല. 2 ആളെ എങ്ങനെയും അടിക്കണം എന്നുണ്ട്. പക്ഷെ അവന്മാർ ഇത്തിരി ക്രൂശലാന്ന് മനസ്സിലായി. M10 കയ്യിലുള്ള. ഞാൻ ഒന്നും നോക്കില്ല, നേരെ ലോഞ്ച് കൊണ്ട് പിടിച്ചു. ഇപ്പോൾ അത് സ്പീഡിൽ ലോഞ്ച് കൊണ്ട് പെട്ടെന്ന് പറന്നു പോകാം നമുക്ക്. ഞാനാണെങ്കിൽ അവന്മാർ പറന്ന് വരുന്ന വെച്ച് ഞാൻ MP40 റീലെടുത്ത് അവിടെ തന്നെ മെഡ് അടിച്ചു. ഏതായാലും വന്നു കഴിഞ്ഞാൽ നല്ല ഡാമേജ് എടുത്ത് ഓറിൻ്റെ ചിക്കന്. ഏതായാലും അവന്മാർ വന്നില്ല. അപ്പോൾ ഏതായാലും INFനോട് ഞാൻ പറഞ്ഞു വാട ലോഞ്ച് അടിച്ച് അങ്ങോട്ട് പോകുന്ന വെച്ചപ്പോൾ അവന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതെന്താ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി കളിക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ നമുക്ക് മുന്നിൽ കൊടുത്താൽ അവന് ഞാൻ ഒരു ചെറിയൊരു ഹെഡ്ഷോട്ട് അടിച്ച് കയറി വന്നത് അവൻ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് ചെറിയ ഡാമേജ് കൊടുക്കും. പക്ഷെ നല്ല സ്പീഡുള്ളതുകൊണ്ട് അടിയും കൊണ്ടില്ല. പക്ഷെ അടിയിലുള്ള വേറൊരുത്തന്നെ അടി കൊണ്ടു. പിന്നെ എന്ത് ചെയ്യാൻ അങ്ങോട്ട് തന്നെ പിന്നെ ലോഞ്ച് പേഡ് പിടിച്ച് പോയി. ലോഞ്ച് പേഡ് അടിച്ച് ഗ്രേവിയാണ്ട് ടോപ്പിൽ കയറിയപ്പോൾ അവിടെ ഒരു എനിമി. ഞാൻ ഒരു ചത്തുന്നു. പക്ഷേ സോണിയത് അടിച്ചത് INF ആ കില്ല് കുമ്പം കൊണ്ട് ദുഷ്ടൻ എന്താ. ഏതായാലും കില്ല് പോയാലും മുന്നിലൊരു എനിമി INFനെ അടിക്കണം. നേരെ ഒന്നും നോക്കില്ല, ഡ്രാഗ് ചെയ്യുന്ന ഫുള്ള് അവൻ്റെ തല അങ്ങോട്ട് പൊട്ടി. ഭയങ്കര സോണി. ഞാൻ ഡിമിറ്റിന്ന് വെച്ച് പേടിച്ച്. പക്ഷേ ഡിമിറ്റിലൊന്നും ഉണ്ടായില്ല. അവൻ്റെ ടീമേറ്റാണ് അങ്ങോട്ട് ഓടിയല്ല. അവൻ INFും കാച്ചെടുത്തു. ഈ അപ്ഡേറ്റ് മോശം ട്രക്കിൽ ഇരുന്നൊക്കെ വെടിയേക്കാന്ന് വെടിയേക്കാന്ന് വെച്ചപ്പോൾ എയിം കൊള്ളില്ല. ഫുള്ള് ഡിഫോൾട്ട്. എത്ര അടിച്ചിട്ടാണ് ചെറിയ ഡാമേജ് കൊള്ളുന്നുള്ളൂ.
നേരെ ഗ്ലൂ പൊട്ടി ഞാൻ ചാടനടിക്കുമ്പോൾ 8-7 പോകണല്ലോ. അപ്പം തന്നെ INF ആകില്ല കുമ്മനടിച്ച് ലോങ്ങിൽ നിന്നാണെങ്കിൽ വേറൊരു അടിയും വരുന്നു. ഞാൻ നേരെ ഗ്ലൂ ഇട്ട് ഞാൻ 10 HP ആ സ്നൈപ്പർ പ്ലെയർ പിടിച്ച് എവിടെ നിന്നാണ് അടിച്ച്. കുറേ സൂപ്പർ മെഡ് ഉണ്ട്, എന്നാലോ ലാസ്റ്റത്തെ മറ്റേ പച്ചമെഡാണ് കയറിയത്. അത്ര മെഡ് ഇട്ടിട്ട് ഒരു ഒറ്റ ചെറിയ പച്ചമെഡേ കയറിയത് അവസ്ഥ. അങ്ങനെ INFനോട് ഞാൻ പോർട്ടലിടാൻ പറഞ്ഞപ്പോൾ ഇവനാണ് പോർട്ടലിട്ട് നേരെ തൊട്ടടുത്ത് തന്നെ. ഞാൻ അമർത്തിയിട്ടാണെങ്കിൽ ഞാൻ പോയില്ല, പിന്നെ അമർത്തിയാൽ പോയി. അപ്പോൾ നോക്കിയപ്പോൾ INFന് അവിടെ നിന്ന് മുന്നിൽ നിന്ന് വേറൊരടി. ഒന്നും നോക്കിയില്ല, നേരെ അടിച്ച് അവൻ്റെ തല പൊട്ടിച്ചു കൊടുത്ത്. ഇതിൽ INFൻ്റെ ഒക്കെ ഇല്ല, എന്നാലും പോട്ടേന്നൊക്കെ മുന്നിലുള്ള എനിമീസ് നോക്കിയപ്പോൾ ഒരുത്തം പൈസ പിടിച്ച് ഈ വീടുമെന്ന് അടിക്കുന്നു. അപ്പോൾ ഏതായാലും അവനെ കൊല്ലാന്ന് വെച്ചാൽ എൻ്റെ കുറേ നെയ്ഡ് ഉണ്ടായിരുന്നു. ഞാനങ്ങോട്ട് ഈ ഹീൽ അടിച്ചിട്ട് നേരെ നെയ്ഡ് എടുത്തു അങ്ങോട്ട് കറക്റ്റ് അവൻ മെഡ് അടിക്കായിരുന്നു. അവിടെ അണ്ണാക്കി തന്നെ കയറി പൊട്ടിയ നെയ്ഡ്. നേരെ അടുത്ത ബോംബ് പറഞ്ഞ് ആ കില്ലങ്ങോട്ട് ഫിനിഷ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഓടുമ്പോഴാണ് കഥയിലൊരു ടിസ്റ്റ്. ആ സ്നൈപ്പർ പ്ലെയർ എൻ്റെ മുന്നിൽ വന്ന് അവനാണെങ്കിൽ ഞാൻ അടിച്ച് ഗ്ലൂ ഇടാകുമ്പോൾ എനിക്കൊരു 150 തന്നു. ഏതായാലും ഗതാഗതേ ഞാനാണെങ്കിൽ ഹീൽ അടിക്കാൻ വെച്ചപ്പോൾ അവന് ഇത്തിരി ബുദ്ധി കൂടിയനുമായിരുന്നു. നെയ്ഡ് അങ്ങോട്ട് എടുത്ത് എറിഞ്ഞ പൊട്ടിച്ച്. പിന്നെ INFനോട് വരാൻ പറഞ്ഞു, പക്ഷേ INF വന്നില്ല. അവനാണെങ്കിൽ കയറി കൊല്ലാൻ പറഞ്ഞിട്ട് INF കുറേ മീൻ പറഞ്ഞ് അവിടെ നിന്ന് അവനാണെങ്കിൽ നെയ്ഡ് എടുത്ത് എറിഞ്ഞ് എന്നെ കൊന്നവൻ അവസാനം. അപ്പം ഇതിന് INF ഒന്നും നോക്കിയിട്ട് നേരെ അവൻ്റെ ഉണ്ടാക്കി കയറി അവനെ അടിച്ചടിച്ചടിച്ചടിച്ചു. അപ്പോഴാണ് ഇത്തിരി സമാധാനം. ഏതായാലും അവൻ നോക്കായിരുന്നു. അവിടെ നിന്ന് INFനോട് കിടന്ന് പൊക്കാൻ പറഞ്ഞു. എൻ്റെ വീഡിയോ അവിടെ നാളത്തെ പറഞ്ഞപ്പോൾ പൊക്കാന്ന് പറഞ്ഞു. അപ്പോൾ മുന്നിൽ ഒരുത്തൻ അവനാണ് നല്ല ഡാമേജ് ഇട്ടാണ് INF നേരെ റഷ് ചെയ്ത്. എന്നാലും ഒരു ചെറിയ പേടിയുണ്ട്. INF എങ്ങനെ ചാടി അടിക്കുമ്പോൾ അവനെങ്ങനെ മണ്ടയെ പഠിച്ചിട്ടായിരുന്നു. പക്ഷെ ആ മണ്ടന് അങ്ങനത്തെ കഴിവുണ്ടായിരുന്നില്ല. നേരെ INF ആണെങ്കിൽ നേരെ ഒന്നുകിൽ കുത്തി പിടിച്ച് അവനെ കൊന്നേ. ഓൾറെഡി ഡാമേജ് ആയിരുന്നു, ലാസ്റ്റ് പീസായിരുന്നു. നേരെ ഒന്നും നോക്കിയില്ല, മെണ്ടനാണെങ്കിൽ ലോഞ്ച് വഴിയായിട്ട് എന്നെ കയറി പൊക്കി. ഏതായാലും പൊക്കി. ഇനി ഈ കളി ബൂയി അടിപ്പിക്കാണ്ടിരിക്കാൻ പറ്റില്ല. നിലത്ത് കിറക്കി പോക്കിയപ്പോൾ 12 ലൈവ് ഉണ്ട്, 10 കില്ലുണ്ട്. ഞാനാണെങ്കിൽ അവിടുത്തെ പെട്ടി പറഞ്ഞ PW കണ്ടു. പക്ഷേ AW കൈ യോഗില്ല, ടോക്കണില്ല. അങ്ങനെ AK-47 കിട്ടി. ഇപ്പോൾ പുതിയതായി സാധനം ഇട്ട് ഈ സാധനം എടുത്തപ്പോൾ 8 സൂപ്പർ മെഡൊക്കെ ഉണ്ട്. ബാഗിലാണ്ട് എന്ത് സാധനം എടുക്കാൻ. അപ്പോഴാണ് ഓർപ്പിച്ച INF അവിടെ ഒരു തന്നെ കുന്നില്ല. ആ മണ്ടൻ്റെയിലാണെങ്കിൽ 3യുടെ ബാഗൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ആ 3യുടെ ബാഗ് ഇങ്ങോട്ട് എടുത്തു. അതെടുത്ത് അതീത്തെ ലൂട്ട് എടുക്കുമ്പോൾ മുന്നിൽ 2 അടിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ഈ സാധനം തടി പോലെ നിൽക്കണോണ്ട് അവന്മാർക്ക് അടിക്കാൻ പറ്റില്ല, എനിക്കും അടിക്കാൻ പറ്റില്ല. ഞാനീ സൈഡിൽ നിന്ന് അടിക്കാൻ നോക്കിയപ്പോൾ അവിടെ നിന്നും അടിക്കാൻ പറ്റില്ല. ഏതായാലും സോൺ വരണം. ഇനി ഇവിടെ നിന്ന് പണി കിട്ടുന്ന ഉറപ്പായാണ് ഞാൻ നേരെ എടുത്ത് ഓടി. ഭാഗ്യത്തിനോട് കുറേ കമ്പിയും കണയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഓടാൻ പറ്റി. അല്ലെങ്കിൽ അവന്മാർ ഇപ്പം എന്നെ അടിച്ച് റോസ്റ്റാക്കി. അവന്മാർ ഓടുമ്പോൾ അടിക്കണ്ട. അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ നോക്കിയത് ഞാൻ 2 ഡാമേജ് കൊടുത്തു. അപ്പം ഞാൻ മറ്റോനും പിടിച്ച് എന്നെ അടിക്കുന്നത്. ഞാൻ ചെക്കനെ തുടരണമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഏതായാലും ഞാനവിടെ അടങ്ങി നിന്ന് മെഡ് അടിക്കാൻ വേണ്ടിയിട്ട് വല്ല വേറെ സൈഡിൽ നിന്ന് എങ്ങനെ വല്ല അടിയൊന്നും ഞാൻ ചാവുന്ന ഉറപ്പായി. അപ്പോൾ മൂന്നാമത്തെ ഒരുത്തിനും അവന് ഫുൾ റെഡ് എടുത്തപ്പോൾ ഞാൻ അവൻ നോക്കാൻ, പക്ഷെ അവൻ ചത്തില്ല. അതാണ് അവിടെ ഉണ്ടായത്. അപ്പം തന്നെ വേറൊരുത്തിന് ഫുൾ റെഡ് എടുത്ത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാനൊരു ഹാക്കറായിരുന്നു ഫുൾ റെഡ് മാത്രം കയറുന്നത്. നേരെ ഒന്നും നോക്കിയില്ല, ഇൻഹേലർ അടിച്ച് അങ്ങോട്ട് റഷ് ചെയ്ത് 2നെ നോക്കിയത് ഗ്ലൂ ഇട്ടപ്പോൾ ഫോർസിൽ അടിക്കുക. അവനൊക്കെ ഒന്നില്ല, അവൻ എനിക്ക് തന്നെ പണിയാന്ന് തോന്നുന്നു. അവനൊക്കെ ഒന്നപ്പോൾ മുന്നിൽ നിന്ന് മറ്റവൻ അടിക്കണം മൂന്നാമത്തെ. ഏതായാലും അവനെ ഞാൻ കൊല്ലാന്ന് INFൻ്റെ കയ്യും കാര്യം പിടിച്ചപ്പോൾ INF പറഞ്ഞു ഓക്കെ നീ കൊന്നോന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇനി പ്രഷറില്ല, ഇനി പതുക്കയിലും പോയി അടിക്കാൻ പറഞ്ഞാൽ അവനടിക്കാൻ നോക്കിയപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര മാസ് കളി, ഭയങ്കര സ്പീഡ്. അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇല്ലാത്തൊരു സ്പീഡ് കിട്ടി എന്നെ പിടിച്ചാൽ നല്ല അടി അടിക്കേണ്ടായിരുന്നു. ഞാൻ ഭാഗ്യത്തിന് ചത്തില്ല എന്ന് പറയാം. ഏതായാലും ഒരു മെഡ് അടിക്കാൻ നിന്നപ്പോൾ അവനാണെങ്കിൽ അപ്പുറത്തോടെ കറങ്ങി വിടുന്നു. ഒന്നും നോക്കില്ല, നേരം കൂടെ തൊല്ലം കൂടെ അടിച്ചുവിട്ട് ചോറിനിട്ട് അവനിലാണ് കുറച്ചിലുണ്ട്. വണ്ടനാണ് കുറച്ചിനെ അടിച്ചപ്പോൾ ഞാൻ കുത്തി പിടിച്ച് അങ്ങനെ കൊന്ന് ആ കളി അങ്ങനെ ബൂയി അടിച്ച്. ഏതാ കളി. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസ് വേണമെങ്കിൽ പറയുക കമൻറ്റ് ബോക്സിൽ.